ഹായ് ഹലോ. എന്താ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? എന്തായിരുന്നു എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ എന്താ പറയുന്നത്, ഇന്ന് ദോശയും ഒരു വെറൈറ്റി കടലക്കറി ഉണ്ടാക്കിയത് കേട്ടോ. അത് ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ ഒരു കറിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടിട്ട് വായോ. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ കടലക്കറി അങ്ങനെ വെക്കുന്ന എൻ്റെ കൂട്ടുകാർ കാണും, കണ്ടിട്ടത് വെച്ച് നോക്കണം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരുന്ന നേരത്തിന് ഞാനിത് കഴിക്കാം. ഞാൻ 2 ദോശ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ദോശയാണ്. എല്ലാവരും കഴിഞ്ഞു കേട്ടോ. ഞാനിത് കഴിക്കാൻ വെച്ചിട്ട് ലേറ്റായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരത് കണ്ടിട്ട് വായോ. എൻ്റെ കടലക്കറി എങ്ങനെ ഉണ്ടെന്ന് പറയണം എന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കഴിക്കട്ടെ. അതിനുവേണ്ടി പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അത് നന്നായിട്ടൊന്ന് വറുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു 7-10 ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 7-10 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ അത് വഴണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തിന് അതിൻ്റെ കൂടെ മുളക് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് എത്ര വേണം അതിനനുസരിച്ച് മുളക് ചേർക്കുക. എന്നിട്ട് ഒരു 5-6 ഇതൾ കറിവേപ്പില ചേർത്തു. എന്നിട്ട് അതും കൂടി അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങ മുറിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 തക്കാളി, ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം. അപ്പോൾ കണ്ടില്ലേ, അത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം. ആ നേരത്തിന് കുക്കർ അടുപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവുന്ന നേരത്തിന് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ മസാല സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് കറുത്ത കടല രാത്രിയിൽ കുതിർക്കാനിട്ടായിരുന്നു, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തു. എന്നിട്ട് അന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിലടിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു 5-6 വിസിലടിപ്പിച്ച് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട മക്കളെ. ചോറിനായാലും ചപ്പാത്തിക്കും ദോശയ്ക്ക് ഏതിനായാലും ഇഡ്ലിക്കായാലും എല്ലാത്തിനും നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ടോ. എന്നിട്ട് ഇതിലേക്ക് അവസാനം ഒരു അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഒരു നാടൻ സ്റ്റൈൽ കടലക്കറി ഉണ്ടാക്കിയെന്നുണ്ടല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? കടലക്കറി സൂപ്പർ അല്ലേ? ചോറിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.